പ്രിയ സഹോദരങ്ങളെ, ഞാനിന്ന് വീണ്ടും നിങ്ങളുടെ മുൻപിൽ വരികയാണ്. കാരണം ഇന്ന് കള്ളന്മാരും കൊള്ളക്കാരും എല്ലാമാണ് ഇന്ന് ആത്മീയ വിലക്കിറങ്ങുന്നത്. എന്തിന്? വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ട്. അല്ല എങ്കിൽ കോടികൾ സമ്പാദിച്ച് കത്തിക്കരെ ചാക്കി കെട്ടിവെക്കാനായിട്ട്. ഇതുകൊണ്ട് ഇവരൊക്കെ ഇവിടെ പോട്ടെ. ഇന്ന് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ കാരണം, ശാബത്ത് മിഷൻ എന്നൊരു സഭയുണ്ട്. നിങ്ങൾ ക്രിസ്ത്യാനികൾക്കെല്ലാം അറിയാം. ശാബത്ത്, നമ്മുടെ 10 കൽപ്പനയിൽ ശാബത്തിനെ നമ്മൾ ശുദ്ധീകരിക്കുക. അതായത് ദൈവം സകല സൃഷ്ടികർമ്മങ്ങളും ചെയ്ത് തീർത്തതിന് ശേഷം 7-ാമത്തെ ദിവസം വിശ്രമിച്ചു. അതിനെക്കുറിച്ചാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതിനെ ഒരു സഭയാക്കി. ആദ്യം 7th ഡേ ആയിരുന്നു, ഇപ്പോൾ അത് ശാബത്ത് മിഷനാക്കി. അതിൽ പ്രവാചകന്മാർ ഒരുപാട് ഇപ്പോൾ ഉണ്ട്. ഞാൻ ആദ്യം ചോദിക്കട്ടെ, ലോകത്തിൽ ഏത് സഭയാണ് ദൈവം സ്ഥാപിച്ചത്? അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യർക്ക് എഴുതിയ സഭ എന്ന് പറയുന്നുണ്ട്, എല്ലാം ഉണ്ട് ആ സമയത്ത്. എന്നാൽ ഇന്ന് ലോകത്തിൽ കാണുന്ന ഏത് സഭയാണ് ദൈവം സ്ഥാപിച്ചത്? ഒന്നുമില്ല. തോമാസ് ലീഗ കേരളത്തിൽ വന്നു, സഭകൾ സ്ഥാപിച്ചതായിട്ടൊന്നും പറയുന്നില്ല. ആ തോമാസ് ലീഗ സ്ഥാപിച്ചത് 7 പള്ളികൾ മാത്രം. ഇന്ന് ഓർത്തോ സഭ തോമാസ് ലീഗ സ്ഥാപിച്ച സഭയാണെന്നും പറഞ്ഞ് ഞെടിഞ്ഞ് കസേരക്കയറി ഇരുന്നേച്ച കള്ളൻ കൊലപാതകി പറയുന്നത്, കൊലപാതകിയെ പുരോഹിതന്മാരും വിശ്വാസികളും വിളിച്ചു പറയുന്നത് തോമാസ് ലീഗ സിംഹാസനം വാണരുന്ന കാതോലിക്ക എന്നാണ്. പോട്ടെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്നാൽ ഈ ക്രിസ്തീയ സഭകൾ സ്വാർത്ഥരായ ഓരോ കൂട്ടം ആൾക്കാർ ഓരോരുത്തരും തുടങ്ങിയ സഭകളാണ്. ഇന്ന് നമ്മളെവിടെ നോക്കിയാലും ക്രിസ്തീയ സഭകൾ ഷെഡ് കെട്ടി, അത് കെട്ടി, ഇത് കെട്ടിയൊക്കെ തുടങ്ങുന്നുണ്ട്. ഓരോ പേരുവിടും. എന്നാൽ നിങ്ങൾ ഇവർ മെയിനായിട്ട് ചെയ്യുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ, മറ്റ് സഭകളെ കുറ്റം പറയുക. നമ്മുടെ സഭയിൽ വരുന്നവരോട് മറ്റ് സഭകളുമായിട്ട് കൂടരുത് പറയുക. ഇതാണോ ദൈവം പഠിപ്പിച്ചത്? നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പീനെന്നാണ് പഠിപ്പിച്ചത്. അവിടെ സഭയൊന്നും ഒന്നുമില്ല. എൻ്റെ ആലയം സർവ്വജനങ്ങൾക്കുള്ള പ്രാർത്ഥനാലയം എന്നാണെന്ന് ദൈവം പറഞ്ഞത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇന്ന് ശാബത്ത് മിഷൻ്റെ ഒരു ലൈവ് കണ്ടു. അത് ഒരു ആറിൻ്റെ തീരത്ത്. അത് ഷൈജു ആണ് അത് ഇത് പിടിച്ചതെന്ന് തോന്നുന്നു. എന്നാൽ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് വേറൊരു മനുഷ്യനാണ്. അദ്ദേഹം ദേവാലയത്തെക്കുറിച്ച്, ദേവാലയം വലിയ വലിയ കൊടിമൂടി പോലുണ്ടാക്കി വെച്ചിരിക്കുന്നു, അവിടാണ് ഇതാണ്. അത് മുഴുവൻ കാണാൻ എനിക്ക് ഒത്തില്ല, കാരണം അത് ഞാൻ സേവ് ചെയ്തെങ്കിലും അത് മിസ്സായിപ്പോയി. പോട്ടെ, ഏതായാലും കൊള്ളാം. ഞാൻ കേട്ടതിൻ്റെ ബാക്കി പറയാം. ഞാൻ ഈ മനുഷ്യനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ദേവാലയത്തെക്കുറിച്ച് പറയാൻ എന്ത് അധികാരമാണ്? നിങ്ങൾ ദേവാലയം കാണുന്നത് വ്യാജന് കുരിശ് കണ്ട പോലാണ്. നിങ്ങൾ കണ്ട സ്ഥലത്ത് പോയിന്ന് പ്രാർത്ഥിച്ചോ, എന്തോ ചെയ്തോ? നിങ്ങൾ കിട്ടുന്നിടത്ത് പോയെന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 2-3 പേർ എവിടെ കൂടിയാലും നിങ്ങളുടെ നടുവിൽ ഞാനുണ്ടെന്ന്. അതുകൊണ്ട് നിങ്ങൾ എവിടെ വേണേലും പ്രാർത്ഥിച്ചു. എന്നാൽ ദേവാലയം എന്നാൽ എന്താണെന്ന് തനിക്കറിയാമെങ്കിൽ താൻ ആദ്യം പഠിച്ചിട്ട് ദേവാലയത്തെ പറയണം. ദേവാലയം എന്തിന് ശലോമോൻ ഉണ്ടാക്കി? ശലോമോൻ്റെ പിതാവായ ദാവീദ് രാജാവ് തൻ്റെ ആഗ്രഹം, അതായത് രാജാവിൻ്റെ ഭരണകാലത്ത് മുഴുവൻ സമാഗമന കൂടാരവും യേശുവും മാളികയിലും ഒന്നും അല്ല താമസിച്ച കൂടാരത്തിലായിരുന്നു. അതുകൊണ്ട് ദൈവത്തിൽ വസിക്കാൻ ഒരു ആലയം വേണമെന്ന് കരുതി ദാവീദ് ആഗ്രഹം പ്രവാചകനോടാണെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞത്. ഏതായാലും കൊള്ളാം. ദൈവം പറഞ്ഞു, വേണ്ട,
നിന്റെ കയ്യിൽ രക്തക്കറയുണ്ട്, അതുകൊണ്ട് നീ അതിന് മുതിരണ്ട. നിന്റെ മകൻ എനിക്ക് വേണ്ടി ദേവാലയം പണിയും. അങ്ങനെ ദേവാലയം ശലോമോൻ രാജാവ് പണിതു. ആ ദൈവത്തിൻ്റെ ആലയത്തെ നീ എന്തിന് വേണ്ടാത്ത വിധത്തിൽ വ്യാഖ്യാനിക്കുന്നു? അത് കഴിഞ്ഞിട്ട് പറയുന്നു, ശിഷ്യന്മാരും യേശുവും കൂടെ പോകുന്ന സമയത്ത് ശിഷ്യന്മാർ യെരുശലേം ദേവാലയത്തെ കാണിച്ചിട്ട് പറയുന്നു, എന്തു മനോഹരമായ പണി എന്നൊക്കെ. ശരി, അതൊക്കെ ബൈബിളിലുള്ള കാര്യമാണ്. ദൈവം പറഞ്ഞു ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകുമെന്ന്. അത് നടക്കാനിരിക്കുന്ന ചരിത്രം പറഞ്ഞു. അതുകൊണ്ട് ദേവാലയം ഇല്ലെന്നോ ദേവാലയം പിന്നില്ലെന്നോ ആണോ? വീണ്ടും ആ ദേവാലയം പണിതു, പിന്നെ അത് നശിപ്പിച്ചു. ഇനിയും ദേവാലയം പണിയും. ദേവാലയം ദൈവത്തിൻ്റെ ആലയം. നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം, ഇന്ന് ദേവാലയത്തിൽ ദൈവം വസിക്കുന്നില്ല. കാരണം പുരോഹിതന്മാരും മെത്രാന്മാരും എല്ലാം സ്വാർത്ഥര് എന്ന് മാത്രമല്ല, വ്യഭിചാരത്തിൽ പോകുന്നവരും കള്ളു കുടിക്കുന്നവനും സുവർഗഭോഗികളും കള്ളനും കൊള്ളക്കാരും കൊലപാതകികളുമാണ്. ഇവർ ദേവാലയത്തിൻ്റെ മദ്ബഹായിൽ കയറിയാൽ ദൈവം അവിടെ വസിക്കുമോ? ഇവർ അർപ്പിക്കുന്ന കുർബാന ദൈവം സ്വീകരിക്കുമോ? ഇവർ ആർക്കെങ്കിലും വേണ്ടി മദ്ബഹായിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ? ദൈവം അവിടെ ഇല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്നുമാകട്ടെ, സെവൻത്തിലേക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എവിടെ വേണേ പോയി എന്ത് വേണേ ചെയ്തു. നിങ്ങളിനിയും വേറെ സഭ കൂടെ ഉണ്ടാക്കിയോ, ഈ ശാബത്ത് മിഷൻ മാറിയിട്ട് ഇനി വേറൊരു പേരൂടെ ഇട്ടു. എന്നാലും നിങ്ങളുടെ ഈ സഭയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞാൽ മതി. മറ്റു സഭ ദേവാലയം എന്താണോ പുരോഹിതനാണോ അത് അവരുടെ സൈഡിൽ പോട്ടെ. നിങ്ങൾ പറയാനുള്ള പറ. നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ പറ. ഷൈജുവിനോട് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ആ വീഡിയോ എനിക്ക് ഇട്ടുതല്ലോ എന്ന്. നീ ഇട്ടുതരും. ഞാനത് മുഴുവൻ കേട്ടിട്ട് അന്ന് നിൻ്റെ ആ വീഡിയോയിൽ പ്രസംഗിച്ചതിന് ഞാൻ മറുപടി കൊടുക്കും. ഇപ്പോൾ ഇത്രേ അതേ പറയുന്നുള്ളൂ.